ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അറബ് കുനാഫയുടെ റെസിപ്പിയാണ്. കുനാഫ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇതിൻ്റെ അകത്തൊരു ക്രീമി ലെയറൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുനാഫ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 250 ഗ്രാം കുനാഫ ഡോ ആണ്. ഇത് നമുക്ക് കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അതായത് ഫ്രോസൺ ഡോ ആണെങ്കിൽ നമുക്ക് ഇത് ഫ്രീസറിൽ നിന്ന് 1-2 മണിക്കൂർ മുമ്പേ പുറത്തെടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറ്റണം. എന്നിട്ട് നമുക്ക് കുനാഫ ഉണ്ടാക്കി തുടങ്ങാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു നീളത്തിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ എടുക്കുമ്പോൾ അൺസാൾട്ടഡ് ബട്ടർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിന് മെൽറ്റാക്കി എടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. ഡയറക്റ്റ് ചേർത്താൽ മിക്സാക്കാൻ പറ്റില്ല. ഇനി ബട്ടർ കുറേശ്ശെയായി ചേർത്ത് നമുക്ക് മിക്സാക്കി എടുക്കാം. 250 ഗ്രാം കുനാഫയ്ക്ക് 100 ഗ്രാം ബട്ടർ കറക്റ്റ് അളവാണ്. ഇനി ഇതൊരു 2-3 മിനിറ്റ് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ബട്ടർ ചേർത്ത് മിക്സാക്കിയപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞ പോലെ ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ മൊത്തം മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സോസ് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടേബിൾ സ്പൂൺ മൈദയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിക്കണം. ആദ്യം നമുക്ക് കുറച്ചൊഴിച്ച് കട്ടയില്ലാണ്ട് മിക്സാക്കി എടുക്കാം. എന്നിട്ട് ബാക്കി പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് പാല് മുഴുവനായും ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിങ്ങനെ കൈവിടാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. 1 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നല്ല തിക്കായിട്ട് വരും. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ 180 ഗ്രാമിൻ്റെ ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. ഇത് മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസാണ് ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാം. പക്ഷേ കുനാഫയ്ക്ക് ക്രീം ചീസ് തന്നെയാണ് ബെറ്റർ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുനാഫ സെർവ് ചെയ്യുമ്പോൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാകും. ഇനി ഇത് മെൽട്ടാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. കുനാഫയ്ക്ക് വേണ്ടിയുള്ള ക്രീം ചീസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വെക്കാം. കുനാഫ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. അത് മെൽട്ടാവുമ്പോൾ ഇതിന് മുകളിലേക്ക് നമുക്ക് കുനാഫ ഡോ പകുതി ഇട്ട് കൊടുക്കാം. ഇത് കൈവച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ മേലെ മുഴുവനായിട്ട് നമുക്ക് ക്രീം ചീസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെയായിട്ട് നമുക്ക് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കുനാഫ ഡോ കൂടെ വെച്ച് കൊടുക്കാം. ഇതും ഒന്ന് മെല്ലെ പ്രസ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. നല്ലോണം പ്രസ്സാക്കിയാൽ അടിയിലെ ക്രീമൊക്കെ മുകളിലേക്ക് പൊങ്ങി വരും. അതുകൊണ്ട് മെല്ലെ ഒന്ന് സെറ്റാക്കാം. ആദ്യം 2 മിനിറ്റ് മീഡിയം ഫ്ലെയിം ഇട്ട് പാത്രം ഒന്ന് ചൂടായാൽ ലോ ഫ്ലെയിം ഇട്ട് 20 മിനിറ്റ് കുക്കാക്കി എടുക്കാം. ഇതിൻ്റെ സൈഡിലുള്ള കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. 20 മിനിറ്റ് ആകുമ്പോഴേക്കും സൈഡൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഞാനൊരു പാനിലേക്ക് കുറച്ച് ബട്ടർ ക്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുനാഫ വെച്ച് കൊടുക്കാം. എന്നിട്ട് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്കാക്കി എടുക്കാം. 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് ചൂടാറിയ ശേഷം നമുക്കിതിൻ്റെ മേലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അത്രേ പണിയുള്ളൂ. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് പിസ്ത ക്രഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് റൗണ്ടിൽ വെച്ച് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഞാനിവിടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് 1/3 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. അതിലേക്ക് സെയിം അളവിൽ തന്നെ വെള്ളവും ചേർത്ത് നല്ല പോലെ തിളപ്പിച്ച് മെൽട്ടാക്കി എടുത്തതാണ്. അതായത് 1/4 കപ്പ് 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും.
പിന്നെ അതിലേക്ക് ഒരു ഏലക്കയും ഒരു പീസ് ചെറുനാരങ്ങ പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഉണ്ടാക്കിയ ഷുഗർ സിറപ്പ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല. നമ്മൾ മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അറബി കുനാഫൻ്റെ സെയിം ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ടാക്കി കാണിക്കാം. ഇത് നീറ്റായിട്ട് കട്ടാക്കി എടുക്കാനൊന്നും പറ്റില്ല. അങ്ങനെ അടിപൊളി ക്രീമി കുനാഫ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഷെസമരൻ.